നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ പെൺകുട്ടികളിലെ യങ് ഏജിൽ അല്ലെങ്കിൽ ഏർലി ഏജിലുള്ള പെൺകുട്ടികളിൽ ടീനേജിലേക്ക് കടക്കുന്നതിന് മുൻപൊക്കെ തന്നെ പുബേർട്ടി അല്ലെങ്കിൽ അവരുടെ മെൻസ്ട്രുവേഷൻ പീരീഡ്സ് ആർത്തവം നേരത്തെ എത്തുന്നു ഇപ്പോഴത്തെ കുട്ടികളിൽ. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു ആഘാതം അല്ലെങ്കിൽ എഫക്റ്റ് എന്താണെന്നുള്ളതുമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺസ് കുറേ പീഡിയാട്രീഷ്യൻസൊക്കെ ചേർന്നിട്ട് റിസർച്ചൊക്കെ നടത്തി അതിൻ്റെ റീസൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ആഫ്റ്റർ പാൻഡമിക്, അതായത് നമ്മുടെ കോവിഡ് വന്നതിന് ശേഷമാണ് കുട്ടികളിൽ, അതായത് നമുക്കറിയാം മുന്നേ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 12 തൊട്ട് ഒരു 16 വയസ്സിനിടയ്ക്കൊക്കെ ആയിരുന്നു പീരീഡ്സ് മിക്കവർക്കും ആയിക്കൊണ്ടിരുന്നത് നമ്മുടെ ഒരു പ്രായത്തിലൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടിയൊക്കെ കുറഞ്ഞു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8-9 വയസ്സാകുമ്പോൾ തൊട്ടിട്ട് ഒരു 13 വയസ്സിനൊക്കെ ഉള്ളിൽ തന്നെ മിക്ക കുട്ടികൾക്കും പീരീഡ്സ് വരുന്നു അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആഫ്റ്റർ കോവിഡ് എല്ലാവരും തന്നെ ഇൻഡോർ ആക്ടിവിറ്റീസിലേക്ക് ഒതുങ്ങി പുറത്തു പോയിട്ടുള്ള കളിയും കാര്യങ്ങളും ഒക്കെ കുട്ടികളുടെ കുറഞ്ഞു. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം ഇൻഡയറക്ട്ലി ആൻഡ് ഡയറക്ട്ലി ചെന്നെത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ മെറ്റബോളിസത്തിലേക്കാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഇറഗുലാരിറ്റീസ് കൊണ്ടാണ് നമുക്ക് നേരത്തെ തന്നെ പീരീഡ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കളിയും കാര്യങ്ങളും ഒന്നും പുറത്ത് പോയിട്ടില്ലാതെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ് കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബേസിറ്റി. ഇതുകൊണ്ടും ഒബേസിറ്റി വരാം. അതുപോലെ തന്നെ കുട്ടികളുടെ ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡും ഒക്കെ കൂടുന്നതിനനുസരിച്ച് ഒബേസിറ്റി കുഞ്ഞുങ്ങളിൽ കൂടുന്നു. കളിയില്ലാതെ വരുമ്പോൾ അതും കാരണമാകുന്നു. അപ്പോൾ ഈ ഒബേസിറ്റി കൊണ്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളിലേക്ക് എത്താം ആർത്തവം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിലെ ഇൻക്രീസ്ഡ് സ്ക്രീൻ ടൈം പോലും കുട്ടികളിൽ ഇത് ഇൻഡയറക്ട്ലി ബാധിച്ചിട്ട് നേരത്തെ മെൻസ്ട്രുവേഷൻ എത്തുന്നു എന്നാണ് അവരുടെ റിസർച്ചസിൻ്റെ റിസൾട്ടിൽ പറയുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓവർ പാമ്പറിങ്, അതായത് നമ്മൾ പേരൻസ്, ഇപ്പോൾ നമുക്കറിയാം എല്ലാ വീടുകളിലും ഒന്നല്ലെങ്കിൽ 2 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓവർ പാമ്പറിങ്ങും ഇതിനൊരു കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ മെൻസ്ട്രുവേഷൻ നേരത്തെ എത്താനുള്ള റീസൺ ആയിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കുട്ടികളിൽ ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ കുട്ടികൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ എത്ര വളർന്നു കഴിഞ്ഞാലും നമ്മൾ കൊച്ചു കുട്ടികളായിട്ട് തന്നെ കാണുന്നത്. എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. അതിപ്പം വീടുകളുടെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളിലേക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അവയർനെസ് എത്തുന്നതിന് മുൻപ് തന്നെ അവർക്ക് പീരീഡ്സ് വന്നു കഴിയുമ്പോൾ എന്തോ ഒരു മോശമായ കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്കുണ്ടായപ്പോൾ എന്തോ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അവർ കളിയാക്കുമോ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ കുഞ്ഞുങ്ങളിൽ പലതരത്തിലുള്ള ആശങ്കകൾ വരുന്നു. കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അത് ആരോടും പുറത്ത് പറഞ്ഞൊന്നും വരില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സൂയിസൈഡൽ അറ്റംപ്റ്റ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പേരൻസ്, ആസ് എ പേരൻറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ്, അതായത് ഒരു 5-6 വയസ്സായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കി തുടങ്ങുന്ന ആ ഒരു പ്രായം തൊട്ടിട്ട് നമ്മൾ കുട്ടികൾക്ക് പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുത്തു തുടങ്ങുക. ഇത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് പല ഏജിലും ആയിരിക്കും കുട്ടികളിലേക്ക് എത്തുന്നത്. നമ്മൾക്കടെ ഏജിലാവില്ല അടുത്ത വീട്ടിലെ കുട്ടിക്ക് വരിക. അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. നോർമൽ പ്രോസസ്സാണ്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പിൽ വരും എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നോർമലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ പേരൻസ് ചെയ്യേണ്ടത്. പിന്നെ ഉറപ്പായിട്ടും മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് ആയി കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഏർലി മെൻസ്ട്രുവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ വരുന്നതിൻ്റെ റീസൺസും ഇതാണ്. നമുക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ദുബായിൽ വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു 9 വയസ്സായതേ ഉള്ളൂ കുട്ടിക്ക്. അപ്പോൾ ഇപ്പോഴേ പീരീഡ്സ് ആയി. അപ്പോൾ അവൾ പറയുന്നു അവളുടെ മോൾക്ക് 10 years ആയി. അവർ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞു കൊടുത്ത് തുടങ്ങണ്ടേ, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ടെൻഷനായിരുന്നു. അപ്പം നമ്മൾ പേരൻസ്, നമുക്കറിയാം ഈ ഒരു പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പേടിയാവും, അയ്യോ ഇത്ര നേരത്തെ ആവാനായോ എന്ന്. പക്ഷേ അതാണ് ഇപ്പോഴത്തെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഒരു 8-9 വയസ്സ് തൊട്ടിട്ട് ഒരു 13-14 വയസ്സാകുമ്പോഴേക്കും ഏകദേശം എല്ലാവരും തന്നെ അവരുടെ ആ ഒരു ടീനേജ് അല്ലെങ്കിൽ ഇത് അറ്റൈൻ ചെയ്തിട്ടുണ്ടാകും. ആൺകുട്ടികളിലും അതുപോലെ തന്നെയാണ്. അതിന് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ പെൺകുട്ടികളിലെന്ന് പറഞ്ഞാൽ അവർക്ക് മുഖക്കുരു വന്നു തുടങ്ങും. നമുക്കറിയാം ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ മുഖക്കുരു ഒക്കെ വരും. അതുപോലെ തന്നെ ഹെയർ, നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ, അതുപോലെ തന്നെ ആക്സിലിൽ, നമ്മുടെ കക്ഷത്തിൽ, അവിടെയൊക്കെ
ഹെയർ വരും. അപ്പോൾ അതൊക്കെ ചില കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നല്ല. അതൊക്കെയാണ് ഇവരെ മെൻ്റൽ പ്രഷറിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഡിപ്രഷനിലേക്കൊക്കെ ആക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ പോയിക്കോളും എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മളങ്ങ് നോർമലൈസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേരൻ്റായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വരുന്നു. കുറച്ച് പേർക്കെങ്കിലും നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.